ഉന്നതരി കേസിൽ ഇടത് സർക്കാരിന്റെ കാലത്ത് തുടങ്ങിയ അന്വേഷണമാണല്ലോ. അന്ന് കൂടുതൽ വിവരങ്ങൾ വി ഡി സതീശൻ MLA-ക്കെതിരെ അന്നുണ്ടെങ്കിൽ കണ്ടെത്തിയിരുന്നു. അതാണല്ലോ ഈ വിജിലൻസിന്റെ റിപ്പോർട്ട് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞത്. ആ കാര്യങ്ങളാണല്ലോ ഞാൻ പറഞ്ഞത്. അല്ല, കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനാണ് ഞങ്ങൾ പറഞ്ഞത്. ഒരു ധൃതി അതിൽ കാണിക്കേണ്ടതില്ല എന്ന് ഞങ്ങൾ വെച്ചു. എന്താണ് കൂടുതൽ വിവരങ്ങൾ എന്നത് അന്വേഷിച്ച് കണ്ടെത്തണമെന്ന് പറഞ്ഞു. അതാണ് ഉണ്ടായത്. വിജിലൻസിന്റെ പരിശോധനയിലാണല്ലോ അതുണ്ടായിരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണല്ലോ ആ റിപ്പോർട്ട് വന്നത്. ആ റിപ്പോർട്ട് വന്നപ്പോൾ കൂടുതൽ പരിശോധിക്കാൻ വേണ്ടി പറഞ്ഞു. അതാണ് ഉണ്ടായത്. ആദ്യം ഒരു CBI അന്വേഷണ ശുപാർശ വന്നു, പിന്നീട് അതിനകത്ത് ലീഗൽ ഒപ്പീനിയൻ തേടിയപ്പോൾ പിന്നീട് ആ CBI അന്വേഷണത്തിന്റെ ആവശ്യം ഇല്ലാതാവും. അതിനകത്ത് ഫർദർ ആക്ഷൻ ഉണ്ടായിരുന്നു. അല്ല, വിജിലൻസിന്റെ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടാണല്ലോ ഗവൺമെന്റ് ഒരു നിലപാടെടുക്കുന്നത്. ഞങ്ങളായിട്ട് പ്രത്യേക നിലപാടെടുക്കുന്നില്ലല്ലോ. ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നപ്പോൾ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക എന്നതാണ് ഞങ്ങൾ നിലപാടെടുത്തത്. വിദേശത്തേക്ക് പോയതും ക്രമക്കേടുണ്ട്, അതുപോലെ അവിടുന്ന് ഫണ്ട് തിരിച്ചതും ക്രമക്കേടുണ്ട് എന്നുള്ളതാണ്. ഈ ഫണ്ട് കേരളത്തിൽ വന്നതിന് ശേഷം എന്തെങ്കിലും ക്രമക്കേട് കാണിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്? അല്ല, ഈ കാര്യത്തില് എങ്ങനെയൊക്കെയാണ് ഈ പണം ഉപയോഗിച്ചത്, ഏതു തരത്തിലാണ് ഈ പണം ഈ മണപ്പാട്ടുകാരുടെ കയ്യിലെത്തുന്നത്, അത്തരം കാര്യങ്ങളിലൊക്കെ ചില പ്രശ്നങ്ങളുണ്ടല്ലോ. അതാണല്ലോ അന്വേഷിച്ച് വ്യക്തത വരുത്തേണ്ടത്. ആ വ്യക്തത ഉണ്ടാവണം. 5 വർഷമെടുത്ത് അന്വേഷിച്ചിട്ട് ഒന്നും കണ്ടെത്താത്ത ഒരു കേസിൽ ഇപ്പോൾ അവസാനിപ്പിക്കുന്നതിനെ എങ്ങനെയാണ് നമുക്ക് എതിർക്കാൻ കഴിയുക? അന്വേഷണം അവസാനിപ്പിക്കേണ്ട രീതിയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അന്വേഷണം അവസാനിപ്പിക്കേണ്ടത് മുഖ്യമന്ത്രിയെ കുറിച്ചുള്ള ഒരു പരാതിയാകുമ്പോൾ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ആഭ്യന്തരമന്ത്രി ഒരു ദിവസം മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് ഇതിലൊന്നുമില്ല എന്ന് കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല വേണ്ടത്. ഗൗരവമായിട്ടുള്ള പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. ആ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഗൗരവമായ പരിശോധന നടക്കേണ്ടതായിട്ടുണ്ട്. ആ പരിശോധനയുടെ ഭാഗമായി ഉള്ള തീരുമാനമായിരിക്കണം ഉണ്ടാകേണ്ടത്. അതല്ല ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്. ആഭ്യന്തരമന്ത്രി പറഞ്ഞ കാര്യം കൂടുതൽ വിശദാംശത്തിന് വേണ്ടി അയച്ചിരുന്നു. അത് സംബന്ധിച്ച് വിജിലൻസ് ഡയറക്ടർ വീണ്ടും റിപ്പോർട്ട് നൽകി. അതിൽ ഏതെങ്കിലും തരത്തിൽ ഈ ഫണ്ട് വിനിയോഗത്തിൽ വി ഡി സതീശൻ ഇടപെട്ടതായി ഇപ്പോൾ ഇപ്പോഴത്തെ ഡയറക്ടർ റിപ്പോർട്ട് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് തുടർ നടപടികൾ അവസാനിപ്പിച്ചു എന്നാണ് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചത്. അതാണ് ഞാൻ പറഞ്ഞത്. മുഖ്യമന്ത്രിക്കെതിരെയുള്ള ഒരു പരാതി ആ രീതിയിൽ അവസാനിപ്പിക്കുന്നത് ഔചിത്യപൂർണമായിട്ടുള്ളൊരു കാര്യമല്ല. അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് പരിശോധനകൾ നടക്കുക തന്നെ വേണം. ഈ പറയുന്ന തരത്തിലുള്ള എന്തെങ്കിലും ബന്ധം അതിലുണ്ടോ അത് നോക്കണം. അന്ന് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ നടത്തിയ വിജിലൻസ് അന്വേഷണത്തിൽ ക്രമക്കേടുകൾ ഉണ്ടായിരുന്നതായി ആ റിപ്പോർട്ട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ CPM രാഷ്ട്രീയപരമായി കൂടി ഇതിന് കേസിന് പോകും. കോടതിയെ സമീപിക്കാനോ അല്ലെങ്കിൽ പരാതിക്കാരന് കൂടുതൽ സപ്പോർട്ട് കൊടുക്കാനോ ഒക്കെ നീങ്ങാനുള്ള സാധ്യതകളുണ്ട്. അല്ല, അന്നത്തെ കാര്യം ഇപ്പൊ ചെയ്യാൻ കഴിയില്ലല്ലോ. അന്ന് കാര്യങ്ങൾ വന്നപ്പോൾ ഞങ്ങളതിൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കണം എന്നാണ് പറഞ്ഞത്. അവിടെയല്ലേ നിൽക്കാൻ പറ്റും. ഇന്നലെ ഈ നഗരസഭയിൽ R. സുഗതന്റെ സത്യപ്രതിജ്ഞ അദ്ദേഹത്തിന് അവധി നൽകുന്നതുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര വകുപ്പിന്റെ ഒരു ഉത്തരവ് അതിന്റെ മറപിടിച്ചാണ് അവധി അപേക്ഷിച്ചത്. അവധി നൽകിയത് മാത്രമല്ല, തദ്ദേശ വകുപ്പിന്റെ ശുപാർശ അനുസരിച്ചാണ് ആഭ്യന്തര വകുപ്പ് ഈ ഉത്തരവ് ഇറക്കി കൊടുക്കുകയും ചെയ്തത്. പക്ഷേ ഇപ്പോൾ ആഭ്യന്തരമന്ത്രി അറിയിക്കാറുണ്ട്. പക്ഷെ എന്നാൽ ഈ സുഗതന് നഗരസഭയിൽ നിന്ന് അവധി നൽകാനുള്ള കാപ്പാറ്റിസിലകത്തായ ഒരാൾക്ക് അവധി നൽകാനുള്ള ഒരു ഉപാധിയായിട്ട് ഇത് മാറി. അത് കാര്യത്തിൽ പ്രതിപക്ഷം ശ്രമിച്ചു. വളരെ വിചിത്രമായൊരു നിലപാടാണിത്. അതായത് ഒരു ആള് കാപ്പയുടെ ഭാഗമായി ജയിലിലാകുന്നു. കാപ്പ എന്ന് പറഞ്ഞാൽ ഏത് തരത്തിലാണ് ഉപയോഗിക്കുക എന്ന് എല്ലാവർക്കും അറിയാലോ. അങ്ങനെയുള്ള ഒരു ആളെ അദ്ദേഹത്തിന് ആവശ്യമായ ശുദ്ധീകരണ പ്രക്രിയ അത് തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. നിർഭാഗ്യകരമായൊരു കാര്യമാണിത്. ഇതില് ആഭ്യന്തര വകുപ്പിന്റെ ഭാഗമായിട്ടാണ് കാപ്പയിൽ ഉൾപ്പെടുത്തി പോകുന്നത്. അത് പുറത്ത് ഇദ്ദേഹം നിൽക്കാൻ പറ്റില്ല എന്നുള്ള നിലപാടിന്റെ ഭാഗമായിട്ടാണല്ലോ ചെയ്യുന്നത്. അത്രയും കാലം ഇദ്ദേഹം അകത്തിരിക്കട്ടെ എന്നുള്ള മട്ടിലാണല്ലോ ചെയ്യുന്നത്. അങ്ങനെ ഒരാൾക്ക് നിങ്ങൾ ഇങ്ങനെയൊക്കെ നടപടികൾ സ്വീകരിച്ചാൽ നിങ്ങൾക്ക് സംരക്ഷണം കിട്ടും എന്ന് അങ്ങോട്ട് അറിയിക്കുകയാണ്. ഉപദേശ രൂപേണ അറിയിക്കുകയാണ്. അത് വളരെ വിചിത്രമായൊരു കാര്യമാണ്. ഇവിടെയാണ് ഈ പറഞ്ഞ ഡീലിന്റെ മറ്റൊരു ഭാഗം വരുന്നത്. RSSും കോൺഗ്രസും RSSും UDFും
തമ്മിലുള്ള ഡീലിന്റെ ഭാഗമായിട്ടാണ് ഇത് വരുന്നത്. ഇപ്പോ അങ്ങ് ചോദിക്കുമ്പോൾ പറഞ്ഞു തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. ആ റിപ്പോർട്ട് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ അതും ഒരു വിചിത്രമായ കാര്യമാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആഭ്യന്തര വകുപ്പിനോട് ശുപാർശ ചെയ്യുന്നു, കിട്ടേണ്ട താമസം ആഭ്യന്തര വകുപ്പ് അതിന് ബന്ധപ്പെട്ട നടപടികൾ എടുക്കുന്നു. ഉപദേശം ചോദിക്കുന്നു, അവർ നൽകിയ കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ ആഭ്യന്തര വകുപ്പ് അനുവദിക്കുകയും ചെയ്തു. അതെ, പ്രദേശ വകുപ്പ് പറഞ്ഞത് ഇത്തരത്തിൽ കൗൺസിൽ യോഗം ഈ പറയുന്ന കാര്യത്തിൽ വോട്ടിട്ട് പാസ്സായി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അംഗത്വം സംരക്ഷിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഉപദേശം കൊടുത്തു. ആ ഉപദേശമാണ് ആഭ്യന്തര വകുപ്പ് ഒരു കത്തായി പുറത്തിറങ്ങിയത്. അപ്പോ ഉദ്ദേശം വ്യക്തമാണല്ലോ. ഉദ്ദേശം വ്യക്തമാവുന്ന എന്താണെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തെ സംരക്ഷിക്കണം. ആരെയാണ് സംരക്ഷിക്കുന്നത്? ഈ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഈ മനുഷ്യൻ പുറത്തു നിൽക്കാൻ പാടില്ല, സമൂഹത്തിനാകെ വലിയ ആപത്തുണ്ടാക്കും എന്ന് കണ്ടുകൊണ്ട് ജയിലിലാക്കിയിരിക്കുന്നു. അങ്ങനെ ഒരാളെ സംരക്ഷിക്കുന്നതിനാവശ്യമായ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതാണ് കൃത്യമായ ഡീല്. ഒരു തരത്തിലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണത്. ഇത് നേരത്തെ പറഞ്ഞതിനേക്കാളും കൂടുതൽ ഗൗരവമുള്ളൊരു കാര്യമാണ്. ഇതിന്റെ മറ്റു മാനങ്ങളും ഉണ്ട്. ആ മറ്റു മാനങ്ങൾ എല്ലാ തരത്തിലും RSSന്റെ BJPയുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായുള്ളതാണ്. അപ്പം അങ്ങേയറ്റം താല്പര്യം അവർക്കുള്ളൊരു കേസിൽ അതിന്റെ ഭാഗമായി മാറാൻ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. ചിലരെല്ലാം പറയുന്നുണ്ടല്ലോ ഇവിടെ BJPയുടെ ഭരണമാണോ നടക്കുന്നത് സംശയമുണ്ട്. അപ്പോൾ അത് സംശയമില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അവർക്ക് 3 MLA-മാരെ ഉള്ളുവെങ്കിലും അവർക്ക് ആഗ്രഹിക്കുന്ന എന്തും നടപ്പാക്കാൻ കഴിയുന്ന ഒരു ഗവൺമെന്റ് ഇവിടെ ഉണ്ട് എന്നുള്ളത് ആശ്വസിക്കാം. ലീഗാണല്ലോ തദ്ദേശം ഭരിക്കുന്നത്, അപ്പൊ അവരാണ് സ്ട്രോങ് ആയിട്ട് ഉപദേശം കൊടുത്തത്. അപ്പം കോൺഗ്രസ് മാത്രമല്ല ലീഗിന് താല്പര്യം ഉണ്ടാകുന്നതാണ്. അല്ല, UDF എന്ന് പറഞ്ഞാൽ ലീഗല്ലേ അതിൽ പ്രധാനം. കോൺഗ്രസും ലീഗും കൂടിയുള്ളതല്ലേ UDF. ഇപ്പൊ UDF-നെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ലീഗ് ഇങ്ങനെയുള്ള എല്ലാ നടപടികളും സ്വീകരിക്കാൻ തയ്യാറാകുന്നത് എന്തടിസ്ഥാനത്തിലാണ് എന്ന് അവർ തന്നെ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അധികാരത്തിലേറിയതിനു ശേഷം പൂർണ്ണമായ സംഘപരിവാർ പാദസേവ എന്ന തലത്തിലേക്ക് അധപ്പതിക്കുകയാണ്. ഈ PM ശ്രീയിൽ SSK ഫണ്ട് കിട്ടുന്നതിന് വേണ്ടിയാണ് LDF സർക്കാർ ഒപ്പിട്ടത് എന്നാണ് താങ്കൾ പറഞ്ഞു വെക്കുന്നത്. അതേ അവസ്ഥ ഇന്നിപ്പോൾ UDF സർക്കാരിന്റെ മുന്നിലുമില്ലേ? അവർക്കും ഫണ്ട് കിട്ടേണ്ടതില്ലേ? കേന്ദ്ര ഫണ്ട് കിട്ടേണ്ടതില്ലേ? അപ്പോൾ സ്വാഭാവികമായും പിന്മാറ്റം എന്ന് പറയുമ്പോൾ പിന്മാറിയാൽ ഫണ്ട് കിട്ടില്ല എന്നുള്ള കാര്യം ഇന്നലെ പുറത്തു വന്ന മറുപടിയിലും വ്യക്തമാണ്. അങ്ങനെയെങ്കിൽ അതിൽ നിന്ന് പിന്മാറാനുള്ള സാധ്യതകൾ അടഞ്ഞാൽ അല്ലെങ്കിൽ പിന്മാറിയാൽ കേരളത്തിന് കിട്ടേണ്ട കേന്ദ്ര ഫണ്ട് LDF സർക്കാരിന്റെ പോലെ തന്നെ കിട്ടാത്ത അവസ്ഥയിലേക്ക് വരില്ലേ? വളരെ കഷ്ടമായി പോയി കേട്ടോ. ഇതെല്ലാം പറഞ്ഞിട്ടും കർക്കിടക മാസമാണല്ലോ ഇത്. രാമായണം മുഴുവൻ വായിച്ചിട്ടും രാമനും സീതയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് ചോദിക്കുന്നത് പോലെ ആയിപ്പോയി ഈ ചോദ്യം. ഇത്രയും സമയം ഞാനിത് എന്തിനാണ് പറഞ്ഞത് എന്നത് വല്ലാത്ത വിഷമത്തോടെ ഞാൻ ആലോചിക്കുകയാണ്. അത്രയും മനസ്സിലാക്കാൻ കഴിയാതെ നിങ്ങൾ വരുന്നു എന്ന് പറയുന്നത് നിർഭാഗ്യകരമായൊരു കാര്യമാണ്. ഇവിടെ ഞാൻ പറഞ്ഞു വരികയാണല്ലോ. നിങ്ങളെ ചോദ്യത്തിനുള്ള ആദ്യത്തെ കമന്റാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എന്താണ് ഇവിടെ പറഞ്ഞത്? ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് UDF പ്രചരിപ്പിച്ചു വന്ന കാര്യം ഒരു തരത്തിലും ഇതിൽ നിന്ന് പുറകോട്ട് പോകാൻ കഴിയില്ല. കാരണം ഈ LDF-കാര് ഈ MOU ഒപ്പിട്ട് കഴിഞ്ഞു. MOU ഒപ്പിട്ടാൽ പിന്നെ അതിൽ നിന്ന് പുറകോട്ട് പിന്മാറാൻ പറ്റില്ല. എന്താ അബ്ദുൽ വഹാബിന്റെ ചോദ്യത്തിന് ഇപ്പോൾ കേന്ദ്രമന്ത്രി മറുപടി പറഞ്ഞത്? പിന്മാറാൻ എപ്പോഴും അവകാശമുണ്ട്. സ്കൂളുകളുടെ ലിസ്റ്റ് നൽകിയില്ലെങ്കിൽ ഈ പദ്ധതി നടപ്പാക്കാനാവില്ല. UDF ഇവിടെ എന്താ ആലോചിക്കുന്നത്? മോഡൽ സ്കൂളുകളുടെ ലിസ്റ്റ് നൽകാനാണ്. ഇവിടെ LDF ഒപ്പിട്ട MOUയുടെ ഭാഗമായിട്ട് ഒരു ഘട്ടത്തിലും അതിന്റെ ഭാഗമായി സ്വീകരിക്കേണ്ട ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്ന് ആവർത്തിച്ച് ഞാൻ പറഞ്ഞു. ഒരു തവണയല്ല, ഞാൻ ഈ പത്രസമ്മേളനത്തിൽ നിരവധി തവണ അത് പറഞ്ഞു. അത് LDF-ന്റെ ആത്മാർത്ഥയാണ് വ്യക്തമാക്കുന്നത്. PM ശ്രീ പദ്ധതി നടപ്പാക്കാൻ ഞങ്ങളില്ല. SSK ഫണ്ട് റിലീസ് ചെയ്ത് കിട്ടണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. അത് ശരിയാണ്. ഞങ്ങൾ നയപരമായി തീരുമാനിച്ചു ഈ MOU ആയിട്ട് ഇനി നമ്മൾ മുമ്പോട്ട് പോകേണ്ടത് മരവിപ്പിച്ചു. അതറിയിച്ചു. അവിടെ കിടക്കുകയാണത്.
ആ കിടക്കുന്നിരിക്കാൻ എന്തിനാണ് നിങ്ങൾ പിന്നെ വീണ്ടും പുനർജീവിപ്പിക്കാൻ നോക്കുന്നത്? ഇവിടെ UDF ആലോചിച്ചത് എന്താണ്? LDFനെ കുറ്റം പറഞ്ഞുകൊണ്ട് PMC പദ്ധതി നടപ്പാക്കാനുള്ള വഴികളാണ് തേടിയത്. യഥാർത്ഥത്തിൽ ആ പറഞ്ഞ കാര്യം വസ്തുതയായിരുന്നോ? വസ്തുതയല്ലാന്ന് ഇപ്പൊ വ്യക്തമായല്ലോ. അപ്പൊ LDFന്റെ മേക്കിട്ടുകൊണ്ട് LDFനെ കുറ്റം ചാരിക്കൊണ്ട് PMC പദ്ധതി നടപ്പാക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? പുത്തൻ വിദ്യാഭ്യാസ നയം നടപ്പാക്കുക എന്നുള്ളതാണ്, കാവ്യവൽക്കരണം നടപ്പാക്കുക എന്നുള്ളതാണ്. ആ നയം എങ്ങനെയാണ് അതേവരെ സ്വീകരിച്ച നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി സ്വീകരിക്കാൻ പറ്റുന്നത്? അപ്പോ UDF പറയേണ്ടിയിരുന്നത് എന്താണ്? ഇവര് തെറ്റ് ചെയ്തു, അതേവരെ പറഞ്ഞ അങ്ങനെയാണല്ലോ. LDFകാര് ഇവരുമായിട്ട് ഡീലാണ്, BJP ആയിട്ട് ഡീലാണ്, ഞങ്ങളതിനില്ല, ഞങ്ങൾ PMC നടപ്പാക്കാനേ ഇല്ല എന്ന ധീരമായ നിലപാടെടുക്കണ്ടേ? അതാണോ എടുത്തത്? ഇതിന്റെ മറവിൽ PMC പദ്ധതി നടപ്പാക്കാനല്ലേ പുറപ്പെട്ടത്? അവിടെയാണ് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോ ആവർത്തിച്ച് വ്യക്തമാക്കിയ കാര്യം നമ്മൾ കാണേണ്ടത്. ഇതിൽ നിന്ന് പിന്മാറാൻ ഒരു തടസ്സവും ഇല്ല. പിന്മാറുന്നു എന്ന് പറഞ്ഞാൽ പിന്മാറിയതാണ്. തുടർ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഫണ്ട് നൽകില്ല. ഫണ്ട് നൽകലാണ് PMC പദ്ധതിയുടെ ഭാഗമായി സ്വീകരിക്കുന്ന നടപടി. അപ്പൊ PMC പദ്ധതി നടപ്പാക്കുന്നതിനാണ് ഇവിടെ പ്രശ്നം. SSK ഫണ്ട് വാങ്ങുന്നതിനൊരു പ്രശ്നമില്ല, അതെല്ലാ കാലവും വാങ്ങുന്നതാണ്. അതിന്റെ ഭാഗമായിട്ടൊരു പ്രശ്നം നമ്മൾ ഇവിടെ ആരും ഉന്നയിച്ചിട്ടില്ല. PMC പുത്തൻ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്ന അജണ്ടയാണ്. അതിനോട് യോജിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചത്. അങ്ങനെ സാഹചര്യത്തിൽ അങ്ങയുടെ തന്നെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി രതീഷ് കളയാണെന്ന ഒരു ലേഖനത്തിൽ പറഞ്ഞിരുന്നു ഈ PMCയുടെ MOU പദ്ധതികൾ ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നീട് തിരിച്ചു നോക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ആ ലേഖനത്തെ താങ്കൾ അറിയാണോ? രതീഷ് കാളിയാടൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായോ? എന്താണ് നിങ്ങൾ വീണടിക്കാൻ ഇങ്ങനെ വീണ്ടാൻ എന്താ ചെയ്യുക? കാര്യങ്ങളൊന്ന് കാണും, ശരിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ തയ്യാറാകുക. അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും ദേശാഭിമാനിയിൽ ലേഖനം എഴുതി ഈ PMC എന്ന പദ്ധതി നമ്മുടെ വിദ്യാർത്ഥികളുടെ അവകാശമാണ്, അത് ഒപ്പിട്ടില്ലെങ്കിൽ അവകാശമാണ് ഞങ്ങൾ നിഷേധിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് PMC എന്ന പദ്ധതിയെ കുറിച്ച് ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയല്ലോ. ഇപ്പൊ ശിവൻകുട്ടി എല്ലാ ദിവസവും അതിനെപ്പറ്റി വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഇത് നടപ്പാക്കിയിട്ടില്ല, നടപ്പാക്കുന്നില്ല എന്നാണല്ലോ ഞങ്ങൾ സ്വീകരിച്ച നിലപാട്. ആ നിലപാട് തുറന്നു വരികയല്ലേ. എന്തിന് എന്തിനാണ് UDF നടപ്പാക്കുന്നുള്ളതല്ലേ പ്രശ്നം? കേന്ദ്ര ഫണ്ടിന്റെ ഭാഗമായിട്ടുള്ള കാര്യമല്ല, PMC ഫണ്ടിന്റെ ഭാഗമാണ്. PMC ഫണ്ട് വാങ്ങുന്നു എന്നുള്ളതാണ് പ്രശ്നം. PMC ഫണ്ട് വാങ്ങാൻ തയ്യാറില്ല, അതാണ് കേരളം സ്വീകരിച്ച നിലപാട്. അല്ല, നിങ്ങളെ വ്യാഖ്യാനാണത്. ഞാൻ PMC ഫണ്ട് സ്വീകരിക്കുന്നല്ല പറഞ്ഞത്, PMCയിൽ തുടർന്നല്ല പറഞ്ഞത്. PMCയുടെ ഭാഗമാകാൻ ഞങ്ങളില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. ആ മനസ്സിലാകായ്മ തുടരുകയാണ്, ബാക്കി പിന്നെ എടുക്കാം നമുക്ക്. PMCയിൽ ഒപ്പിട്ടാൽ അല്ലെങ്കിൽ അത് ആ പദ്ധതി നടപ്പാക്കിയാലും കേന്ദ്ര പാഠ്യപദ്ധതി കേരളത്തിൽ നടപ്പാക്കില്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഈ PMC പദ്ധതി കേന്ദ്ര പാഠ്യപദ്ധതി കേരളത്തിൽ നടപ്പാക്കാതെ ആ ഫണ്ടും അതിന്റെ അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ടുള്ള ആ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത് ഒരു നല്ല തീരുമാനമായി കണ്ടുകൂടെ? 2024 ഈ വിദഗ്ധ സമിതിയെ, അതായത് വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ കീഴിൽ 4 വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. അന്ന് എന്തെങ്കിലും പാകപ്പിഴകൾ കണ്ടെത്തിയിരുന്നെങ്കിൽ 2025 ഒപ്പുവെക്കുന്നതിൽ നിന്ന് പിന്മാറിയിരുന്നാൽ പോയിരുന്നു. ഞങ്ങൾക്ക് അഭിമാനപൂർവ്വം പറയാൻ കഴിയല്ലോ, ഈ രാജ്യത്ത് കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയ പുത്തൻ വിദ്യാഭ്യാസ നയത്തിൽ നിന്ന് വ്യത്യസ്തമായി ശരിയായ രീതിയിലുള്ള നിലപാട് സ്വീകരിച്ച് നമ്മുടെ പാഠപുസ്തകങ്ങൾ തയ്യാറാക്കിയ ഏക സംസ്ഥാനം കേരളമാണ്. അത് ഞങ്ങൾക്ക് മാത്രമേ അവകാശപ്പെടാൻ പറ്റൂ. നിങ്ങളിപ്പോ വല്ലാതെ സംരക്ഷിക്കാൻ നോക്കുന്ന UDFന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് ഇല്ലേ, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്ന് പോയി നോക്ക് ഏത് പാഠപുസ്തകമാണെന്ന്. അപ്പൊ ആ അജണ്ടയുടെ ഭാഗമാണ് ഇവിടെ നടക്കുന്നത്, അത് മറക്കരുത്. അതേ കാണാൻ സസ്പെൻഷന്റെ കാര്യത്തിൽ ചില കാര്യങ്ങൾ പറയുന്നില്ല, പറയാറായോ? ഇല്ല, പറയാറായിട്ടില്ല.
KSRTCയിലെ പ്രതിസന്ധി ദിനംപ്രതി രൂക്ഷമാകുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ മാത്രം 6000-ലധികം സർവീസുകൾ റദ്ദാക്കേണ്ടി വന്നു. വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് KSRTCയിൽ നിലനിൽക്കുന്നത്. അത് ആ പ്രശ്നമൊക്കെ ഗവൺമെന്റ് പരിഹരിച്ചോളും, ഗവൺമെന്റ് നോക്കിക്കോളൂ അത് കാര്യങ്ങൾ. പ്രതീക്ഷ ഒരു കാര്യം അപ്പൊ നമുക്ക് ഒരു ചോദ്യം കൂടെ. ആ, ഇപ്പൊ കേരളമാകെ പരീക്ഷാ ക്രമക്കേടാണല്ലോ വലിയ ചർച്ചയാണ്. ഇപ്പൊ നീറ്റ് പരീക്ഷാ ക്രമക്കേടിന് വലിയ സമരമൊക്കെ നടക്കും. കേരളത്തിൽ സമീപകാലത്ത് ഒരു വലിയ പരീക്ഷാ ക്രമക്കേട് വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. PSCയിലെ ഒരു മൂല്യനിർണ്ണയത്തിൽ വലിയ അട്ടിമറി നടക്കുകയും ഒരാൾക്ക് അങ്ങനെ 1ാം റാങ്ക് കൊടുക്കുകയും ചെയ്തു. പ്രതിപക്ഷം അക്കാര്യത്തിൽ ഒരു പ്രതികരണം ഇതുവരെ നടത്തിയത് കണ്ടില്ല. അല്ല, അതിൽ PSC തന്നെ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള നടപടികളുടെ ഭാഗമായി അവർ അന്വേഷണം നടത്തി അതിന്റെ തുടർ നടപടികളും അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ യാതൊരു ആശങ്കക്കും അടിസ്ഥാനമില്ല. ചെയർമാനെ ചോദ്യം ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അത് വേറൊരു അജണ്ടയാണ്. നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ നിയമനം നടക്കുന്നത്, ഇത്തരം സ്ഥലങ്ങളിൽ നിയമനം നടക്കുന്നത് PSC മുഖേനയാണ്. ആ PSCയുടെ കാര്യക്ഷമത അത് തകർക്കാനാകുമോ എന്നൊരു നോട്ടം നേരത്തെ തന്നെ ചിലർക്കുണ്ടായിരുന്നു. അതിലൂടെ ലക്ഷ്യമിടുന്നത് എന്താണെന്നുള്ളതാണ് നോക്കേണ്ടത്. നിയമനം ഇതേപോലെ നടക്കേണ്ടതില്ല. നിയമനത്തിന് തടസ്സങ്ങൾ വരണം, അതിന് PSCയെ ദുർബലപ്പെടുത്തണം എന്നൊരു തോന്നലുണ്ടോ? ആ അജണ്ടയുടെ ഭാഗമാണോ? അത് കൂടുതൽ വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. ഈ നയം അതിനുള്ളതാണ് നമ്മൾ കാണണം. ബാക്കി പിന്നെ പറയാം. നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ബാക്കി പിന്നെ പറയാം.